ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. അത് അനുഭവിച്ചറിയുമ്പോഴാണ് അതിലേറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അനുഭവത്തിലൂടെ കിട്ടുന്ന പാഠത്തെക്കാളും വലിയ ഒരു പാഠം ഇന്നോളം ഇല്ലതാനും. പക്ഷെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ആപത്ത് വരുമ്പോൾ, വേദന വരുമ്പോൾ, വിഷമം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, അതുപോലെ എല്ലാ ഘട്ടങ്ങളും വരുമ്പോൾ, വേദനിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് തണലായി നിൽക്കുന്നത് ആരാണോ, താങ്ങായി നിൽക്കുന്നത് ആരാണോ, അതാണ് നമ്മൾക്ക് ആവശ്യം. അല്ലാതെ ഉപദേശിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കഴിയും. എത്ര സംസാരിച്ചാലും മതിവരാത്ത ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഏതിൽ കാര്യത്തിൽ നിന്നാണ് നമ്മൾക്ക് ആ പ്രശ്നം ഉണ്ടായത് എന്ന് നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്ന നമ്മളുടെ ആൾക്കാരുണ്ടാവും. അവർ നിരന്തരം ആ കാര്യം പറഞ്ഞായിരിക്കും നമ്മളെ അങ്ങേറ്റം വേദനിപ്പിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതല്ല അവർ ശ്രമിക്കുന്നത്. അവർ ഉപദേശങ്ങൾ നൽകി അവരുടേതായ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ വേണ്ടി അവർ വ്യഗ്രത കാണിക്കും. യഥാർത്ഥത്തിൽ ഒരു തളർന്ന് കിടക്കുന്ന ഒരാളെ അല്ലെങ്കിൽ വേദനിച്ച് നിൽക്കുന്ന ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക എന്നതാണ്. അല്ലാതെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ ഉപദേശത്തിന് അവിടെ പ്രസക്തിയും ഇല്ല. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളത് അറിഞ്ഞ് തന്നെ ചെയ്യണം. ചില ആൾക്കാർ എന്ത് കാര്യം ചെയ്താലും വളരെ ലേറ്റായിട്ട് മാത്രമേ ചെയ്യുള്ളൂ. വളരെ താമസിച്ച് ചെയ്യുന്നതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും. വൈകി കിട്ടുന്ന ഭാഗ്യമായിരിക്കും അവരിലും വന്നു ചേരുന്നത്. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അപ്പോഴപ്പോഴായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യണം. ഭാഗ്യങ്ങൾ ആർക്കാണ് എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭാഗ്യത്തിനെ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അത് എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അതിനനുസരിച്ചാണ് മാറ്റം വരുന്നത്. അപ്പം ചില സ്ഥലങ്ങളിൽ ഉപദേശം വളരെ പ്രയോജനപ്പെടും, ചില സ്ഥലങ്ങളിൽ ഉപദേശം ഏറ്റവും ഹാനികരമായിരിക്കും. അപ്പോൾ ഉപദേശിക്കേണ്ട അവസരങ്ങളിൽ മാത്രം ഉപദേശിക്കുക, അല്ലാത്ത സമയങ്ങളിൽ പ്രവർത്തിക്കേണ്ട സമയങ്ങളിൽ പ്രവർത്തിക്കുക. ഈ ഘട്ടം മാറി വരുമ്പോൾ മാത്രമേ നമ്മൾക്കിതിൻ്റെ വിലയും അതിൻ്റെ കാര്യവും കാരണങ്ങളും മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ദുർഘടങ്ങളായ സന്ധികൾ ഒരുപാടുണ്ട് തരണം ചെയ്യാൻ. പുറമേ കാണുന്നതൊന്നുമല്ല, അകമേ അതിൻ്റേതായ പ്രശ്ന പരിഹാരത്തിനായി വെമ്പൽ കൊള്ളുന്ന ആൾക്കാരുടെ എണ്ണമാണ് വളരെ കൂടുതൽ. അവർ പുറമേ പലതും നാട്യം കൊണ്ട്, അഭിനയം കൊണ്ട് അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കും. മാന്യന്മാരാണ് കൂടുതലും അത് ചെയ്യുന്നത്. പക്ഷെ അവരെ രക്ഷിക്കാൻ നാം തയ്യാറാവണം. അറിഞ്ഞാൽ എല്ലാവരോടും അവർക്കത് തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ദോഷങ്ങൾ, ആ ദുരിതങ്ങൾ, അവർക്ക് പറ്റുന്ന അബദ്ധത്തിലൂടെ അവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തരണം ചെയ്യാൻ നല്ല ഹൃദയമുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയൂ. നല്ല ഹൃദയം എന്ന് വിചാരിക്കുന്നത് ചുമന്ന് തുടുത്തിരിക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. നന്മയുള്ള ഹൃദയം, ആ ഹൃദയത്തിനു മാത്രമേ, ആ ഹൃദയമുള്ള ആളിനു മാത്രമേ ഇതുപോലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ, അവരെ സഹായിക്കാൻ താങ്ങായിട്ടും തണലായിട്ടും നിൽക്കാൻ കഴിയുകയുള്ളൂ. അവിടെ ഉപദേശത്തിന് ഒരു കാര്യവുമില്ല. ആ ഉപദേശം കൊണ്ട് അവർക്കതിൽ നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അവരെ രക്ഷിച്ചതിന് ശേഷം, അവർ സമാധാനമായിട്ടിരുന്നതിന് ശേഷം അവരോട് ഉപദേശങ്ങൾ നൽകിയാൽ അവർക്കത് സ്വീകരിക്കാൻ കഴിയും. അവരതിൻ്റെ രീതിക്കനുസരിച്ച് പോവുകയും ചെയ്യും. ഏത് കാര്യവും ഉചിതമായിട്ട് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഭാഗ്യവും അതിൻ്റെ രീതികളും അവർക്ക് കിട്ടുന്നത്. എല്ലാ ആൾക്കാർക്കും ഇതുണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എത്ര വർഷങ്ങളായാലും അവർ ഇതറിയണമെന്ന് നിർബന്ധവും ഇല്ല. മനസ്സെന്ന കല്ലിനെ
കൂടുതൽ കൂടുതൽ ദൃഢപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർക്ക് കഴിയും. മനസ്സെന്ന നല്ല സോഫ്റ്റായ, വളരെ വളരെ ലളിതമായ, വളരെ തന്മയത്വത്തോടുകൂടി പെരുമാറാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് എന്ന് വിചാരിക്കേണ്ട. അതിനൊരുപാട് മാറ്റങ്ങൾ വരും, ഒരുപാട് നേട്ടങ്ങൾ വരും. ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും. ഈശ്വരന് ഈ മഹാഭാഗ്യം കൊടുക്കാനും കഴിയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും.